അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു ഫിഗറിൽ കെ ഓഫ് ജി, അതായത് വേർട്ടെക്സ് കണ്ടിന്യൂറ്റി പറഞ്ഞാൽ ഈ ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ മതി. എന്താണ് 1. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഡിസ്കണ്ടിന്യൂഡ് ആയി. ഇനി ലാംഡ ഓഫ് ജി പറഞ്ഞാൽ എഡ്ജ് കണ്ടിന്യൂറ്റി. ലാംഡ ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതും ഡിലീറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഗ്രാഫ് എന്തായി? ഡിസ്കണ്ടിന്യൂഡ് ആയി. അത് ഏതെങ്കിലും ഇപ്പോൾ ഇതും ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ഗ്രാഫ് ഡിസ്കണ്ടിന്യൂഡ് ആയി. അപ്പോൾ മാക്സിമം വരുന്നത് എത്രയാണ്? 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലാംഡ ഓഫ് ജി എന്ന് പറഞ്ഞത് 2 ആണ്. അതല്ല ഇത് മാത്രം ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് മാത്രം ഡിലീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഗ്രാഫ് എന്താവില്ല? ഡിസ്കണ്ടിന്യൂഡ് ആവില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം വരുന്നത് 2 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ കാപ്പ ഓഫ് ജി എന്ന് പറഞ്ഞത് 1ഉം ലാംഡ ഓഫ് ജി എന്ന് പറഞ്ഞത് 2 ആണ് വരുന്നത്. ദെൻ അടുത്തത് ഒരു തിയറാണ്. ഈ കാപ്പേനെയും ലാംഡേനെയും ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി അതിന് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇഫ് കെ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ജി. ഇഫ് പ്രൂഫ് കെ ഈക്വൽ ടു 0, കെ 0 ആണെന്ന് വിചാരിക്കുക. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽ ടു 0, കെ 0 ആണെങ്കിൽ, അതായത് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വേർട്ടെക്സ് കട്ട് അവിടെ 0 ആണ്. വേർട്ടെക്സ് കട്ട് 0 പറഞ്ഞാൽ വേർട്ടെക്സ് ഇല്ല. അപ്പോൾ വേർട്ടെക്സ് ഇല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡയും 0 ആണ്. ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടെക്സ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എഡ്ജ് ഉണ്ടാവില്ലല്ലോ. സോ അവിടെ ലാംഡ 0 ആയിരിക്കും. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിഗ്രി മിനിമം വേർട്ടെക്സ് അവിടെ ഇല്ല, എഡ്ജും ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും നമുക്ക് എന്താണ്? ഡെൽറ്റ ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാം? കെ ഈക്വൽ ടു 0 ആൻഡ് ലാംഡ ഈക്വൽ ടു 0. ഓക്കെ, ഹെൻസ് വി മേ അസ്യൂം ദാറ്റ് കെ, ലാംഡ ആൻഡ് ഡെൽറ്റ ആർ ഓൾ അറ്റ്ലീസ്റ്റ് 1. ഇനി അറ്റ്ലീസ്റ്റ് 1 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇ ബി ആൻ എഡ്ജ് കട്ട് ഓഫ് ജി. ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയുടെ എഡ്ജ് കട്ടാണ് വിത്ത് ലാംഡ എഡ്ജസ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലെറ്റ് യു ആൻഡ് ബി ബി ദി എൻഡ് വേർട്ടിസസ് ഓഫ് ആൻ എഡ്ജ് ഓഫ് ജി. യു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ എൻഡ് വേർട്ടിസസ് ആണ്. ഓക്കെ, ഇ എന്ന് പറഞ്ഞ എഡ്ജ് നമ്മൾ എടുത്തു, അതിൻ്റെ എൻഡ് വേർട്ടിസസ് ആണ് യു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ ഈച്ച് എഡ്ജ് ഓഫ് ഇ ദാറ്റ് ഡസ് നോട്ട് ഹാവ് ബോത്ത് യു ആൻഡ് ബി ആസ് എൻഡ് വേർട്ടിസസ്, റിമൂവ് ആൻ എൻഡ് വേർട്ടെക്സ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം യു ആൻഡ് ബി. നമ്മൾ എന്ത് ചെയ്യുക? യു ബി എന്ന് പറഞ്ഞത് ഇതല്ല എൻഡ് വേർട്ടിസസ് ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ കണക്ഷൻ പോകും. ഓക്കെ, റിമൂവ് ആൻ എൻഡ് വേർട്ടിസസ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം യു. യുവും ബിയും അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? എൻഡ് വേർട്ടിസസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, യുവും ബിയും അല്ലാത്ത എൻഡ് വേർട്ടിസസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ദെൻ ഇഫ് ദർ ആർ ടി സച്ച് എഡ്ജസ് അറ്റ്മോസ്റ്റ് ടി വേർട്ടിസസ് ഹാവ് ബീൻ റിമൂവ്ഡ്. നമ്മളിപ്പോൾ അങ്ങനെ അതായത് എൻഡ് വേർട്ടിസസ് ആയിട്ട് യുവും ബിയും അല്ലാതെ നമുക്ക് ടി എഡ്ജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ അറ്റ്മോസ്റ്റ് ടി വേർട്ടിസസ് വരെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇഫ് ദി റിസൾട്ടിങ് ഗ്രാഫ് ഇസ് ഡിസ്കണക്റ്റഡ്, നമുക്ക് കിട്ടിയ ഗ്രാഫ് എന്താണ്? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, എൻഡ് വേർട്ടിസസ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ദെൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ലാംഡ. കെ എന്ന് പറഞ്ഞത് എന്താണ്? വേർട്ടെക്സ് കണ്ടിന്യൂറ്റി. അത് എന്തായിരിക്കും? ടീനേക്കാളും ചെറുതായിരിക്കും. അതേപോലെ ടീനേക്കാളും വലുതായിരിക്കും എന്ത്? ലാംഡ എന്ന് പറയുന്നത്. അതായത് എഡ്ജസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. എന്തേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ? വേർട്ടിസസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. സോ വേർട്ടിസസ് ആണ് അവിടെ എണ്ണം കുറയുക. ഓക്കെ, വേർട്ടിസസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് പോകും? എഡ്ജസും പോവും. അപ്പോൾ വേർട്ടിസസ് അവിടെ തന്നെ ഉണ്ടാവും, ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും. സോ നമ്മുടെ എഡ്ജസുകളുടെ കളക്ഷൻ എന്തായി മാറും? അത് ഡിലീറ്റ് ആയി പോവും. സോ കെ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായാലും കെ എന്ന് പറഞ്ഞത് ടീനേക്കാളും ചെറുതായിരിക്കും. കാരണം കെ എന്ന് പറഞ്ഞ വേർട്ടിസസ് മൊത്തം വേർട്ടിസസ് ആണ്. അതിൽ നിന്ന് ടി എഡ്ജസിന് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എൻഡ് വേർട്ടിസസ് ആണ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എൻഡ് വേർട്ടിസസ് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് എഡ്ജസും പോവും. അതർവൈസ് ദർ വിൽ റിമൈൻ എ സബ്സെറ്റ് ഓഫ് എഡ്ജസ് ഓഫ് ഇ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ എഡ്ജസ് സബ്സെറ്റ് ഓഫ് എഡ്ജസിൽ ഹാവ് യു ആൻഡ് ബി, യുവും ബിയും എൻഡ് വേർട്ടിസസ് ആണെന്ന് എടുക്കുക. ഇത് റിമൂവൽ ഓഫ് വിച്ച് വുഡ് ഡിസ്കണക്ട് ദി ഗ്രാഫ്. ആ യുവിൻ്റെയും ബിൻ്റെയും റിമൂവലിൽ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി എന്ന് വിചാരിക്കുക. ഹെൻസ് ഇൻ അഡീഷൻ ടു ദി ഓൾറെഡി റിമൂവ്ഡ് വേർട്ടിസസ് ദ റിമൂവൽ ഓഫ് വൺ ഓഫ് യു ആൻഡ് ബി വിൽ റിസൾട്ട് ഇൻ എയ്തർ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഓർ ട്രിവിയൽ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് വേർട്ടിസസ് ഡിലീറ്റ് ചെയ്തല്ലോ, യുവും ബിയും അല്ലാതെ. അതിൽ നിന്ന് തന്നെ നമ്മൾ യുവും ബിയും കൂടി ഡിലീറ്റ് ചെയ്തു. യുവും ബിയും കൂടി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എന്തായിരിക്കും മാറും? ട്രിവിയൽ ഗ്രാഫായി മാറും. അല്ലെങ്കിൽ എന്തായിട്ട് മാറും? ഇത് ഒന്നുകിൽ ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും? ട്രിവിയൽ ഗ്രാഫായിട്ട് മാറും. ഓക്കെ, ഇൻ ദിസ് പ്രോസസ് എ സെറ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ടി പ്ലസ് 1 വേർട്ടിസസ് ഹാസ് ബീൻ റിമൂവ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്നുകിൽ യു ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വി ഡിലീറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ടി വേർട്ടിസസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് മൊത്തം എത്ര? ടി പ്ലസ് 1 വേർട്ടിസസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് എന്ത് പറയാം? കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്ന് പറയാം. ഫൈനലി ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. നമ്മൾ ഇത് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. സോ നമ്മളിങ്ങനെ പറഞ്ഞു. ദെൻ ആസ് ബീൻ റിമൂവ് ചെയ്തു. സോ ആൻഡ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ. ഫൈനലി ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. ലാംഡ എന്ന് പറഞ്ഞത് ഡെൽറ്റേനേക്കാളും ചെറുതാണ്. ഇൻഫാക്ട് ഇഫ് വി ഈസ് എ വേർട്ടെക്സ് ഓഫ് ജി,
പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയുടെ വേർട്ടക്സ് ആണ്. ദെൻ ഡി ജി ഓഫ് വി ഈക്വൽ ടു ഡെൽറ്റ. ഡി ജി ഓഫ് വി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയുടെ ഡിഗ്രി, വേർട്ടിസസ് വിയുടെ ഡിഗ്രി ഡെൽറ്റയാണ്. ദെൻ ദി സെറ്റ് ഓഫ് ഡെൽറ്റ എഡ്ജസ് ഓഫ് ജി ഇൻസിഡൻറ്റ് അറ്റ് വി കോമ വി മൈനസ് വി. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെൽറ്റ എന്ന് പറഞ്ഞ എഡ്ജസ് എന്താണ്, ഈ വിയും അതേപോലെ വി മൈനസ് വിയും ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫോംസ് ആൻഡ് എഡ്ജ് കട്ട്. അതെന്ത് ഫോം ചെയ്യും, എഡ്ജ് കട്ട് ഫോം ചെയ്യും. സോ ദസ് ദസ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. ലാംഡ എന്ന് പറഞ്ഞത് ഡെൽറ്റേനേക്കാളും ചെറുതാണെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞത് എന്തായാലും ഡെൽറ്റേനേക്കാളും ചെറുതായിരിക്കും. കാരണം എന്താ, എഡ്ജുകളുടെ കളക്ഷനാണ്, എഡ്ജ് കണ്ടിന്യൂറ്റി. എത്ര എഡ്ജസ് ഡിലീറ്റ് ചെയ്താലാണ് നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുക എന്നാണ് നമ്മൾ എന്ത് പറഞ്ഞ ലാംഡ പറയുന്നത്. അത് എന്തിനേക്കാളും ഇതായിട്ടായിരിക്കും, ഡെൽറ്റേനേക്കാളും ചെറുതായിരിക്കും. ഫോർ എനി ലൂപ്ലെസ് കണക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ലൂപ്ലെസ് കണക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിലാണ് അത് പറയുന്നത്. It is possible that the inequalities in theorem 3.24 can be strict. See the figure. ഇതിൽ നോക്കാം നിങ്ങൾ, അതൊരു ലൂപ്ലെസ് ആണ്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. ഒറ്റൊന്ന് ഡിലീറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഗ്രാഫ് എന്താവും, ഡിസ്കണക്റ്റഡ് ആവും. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതും അതേപോലെ ഇതും കളഞ്ഞാൽ പോരെ. ഈ ഒരു വേർട്ടിസസും കളഞ്ഞാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിഗറാണിത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ വേർട്ടെക്സ് കണ്ടിന്യൂറ്റി പറഞ്ഞാൽ ഈ ഒറ്റ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ മതി. ഒറ്റ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിട്ട് മാറും, കെ ഡിസ്കണക്റ്റഡ് ആവും. സോ അവിടെ മാക്സിമം ഒറ്റ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ മതി. സോ കെ എന്ന് പറഞ്ഞത് 1 ആണ്. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ 2 ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ എഡ്ജ് കണക്ടിവിറ്റിയാണ്. എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഡിലീറ്റ് ചെയ്ത് കളയും. ഈ 2 ഡിലീറ്റ് കളയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും വരിക ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. ഈ ഒരു വേർട്ടെക്സ് ഇവിടെ ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകും. ഓക്കെ, നമ്മുടെ ഗ്രാഫ് എന്തായി, ഡിസ്കണക്റ്റഡ് ആയി മാറി. ഓക്കെ, ഇവിടെ ഈ ഒരു എഡ്ജും നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. അപ്പോൾ അവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ, 2 ആണ്. അപ്പോൾ അവിടെ മാക്സിമം ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുന്ന എഡ്ജുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ എഡ്ജ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. സോ ലാംഡ ഈക്വൽ ടു 2. ഇനി ഡെൽറ്റ നോക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം എഡ്ജിൻ്റെ ഡിഗ്രി. സോ നമ്മൾ നോക്കുക, അതിൽ ഓരോന്നിലും നോക്കാം. ഇതിൻ്റെ ഡിഗ്രി എത്ര, ഇതിൻ്റെ ഡിഗ്രി 3. ഈ വേർട്ടിസസിൻ്റെ ഡിഗ്രി 3, ഈ വേർട്ടിസസിൻ്റെ ഡിഗ്രി 3, ഇതിൻ്റെ വേർട്ടിസസിൻ്റെ 4, ഇതിൻ്റെ എന്താണ് 3, ഇതിൻ്റെയും 3. അപ്പോൾ മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, 3 ആണ്. അപ്പോൾ എന്തായാലും വേർട്ടെക്സ് കണ്ടിന്യൂറ്റിനേക്കാളും വലുതായിരിക്കും എഡ്ജ് കണ്ടിന്യൂറ്റിനേക്കാളും വലുതായിരിക്കും എന്ത്, മിനിമം ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു തിയറം പ്രൂവ് ചെയ്യുന്ന ഫിഗറാണിത്. ഇതിനടുത്തത് ദി കണക്ടിവിറ്റി ആൻഡ് എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് ജി ആർ ഈക്വൽ. കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയും ഒരു സിമ്പിൾ ക്യൂബിക് ഗ്രാഫിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ വി നീഡ് ഓൺലി കൺസിഡർ ദ കേസ് ഓഫ് എ കണക്റ്റഡ് ക്യൂബിക് ഗ്രാഫ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി, കണക്റ്റഡ് ക്യൂബിക് ഗ്രാഫിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. സിൻസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ മിനിമം ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് 3 ആണ്. കാരണം സിമ്പിൾ ക്യൂബിക് ആണ്. സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും, 3 ആയിരിക്കും. വി ഹാവ് ഓൺലി ടു കൺസിഡർ ദി കേസ് വെൻ കെ ഈക്വൽ ടു 1, 2 ഓർ 3. നമുക്ക് ആകെ 3 കേസേ കൺസിഡർ ചെയ്യുള്ളൂ. 1 ആവണത്, 2 ആവണത്, 3 ആവണം. ഓക്കെ, നൗ പ്രൊപ്പോസിഷൻ 3.1.11. പ്രൊപ്പോസിഷൻ 3.1.11 എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഒരു സിമ്പിൾ ക്യൂബിക് ഗ്രാഫിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ്, ഒരു സിമ്പിൾ ക്യൂബിക് കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിൽ കട്ട് വേർട്ടെക്സ് ഉണ്ടാവും, എന്തായിരിക്കും കട്ട് എഡ്ജ് ഉണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൂഫ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ആ ഒരു പ്രൂഫ് വെച്ചിട്ട് നമ്മൾ ആകെ 3 കേസ് മാത്രം നോക്കിയത് 1, 2, 3 എന്നുള്ളത് ഇംപ്ലൈസ് ദാറ്റ് ഫോർ സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് ജി കെ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, കെ ഈക്വൽ ടു 1 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി കെ ഈക്വൽ ടു 3 ആണെങ്കിൽ ദെൻ ബൈ തിയറം 3.2.4 ദെൻ ബൈ തിയറം 3.2.4 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, കെ ഓഫ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ജി. ആ ഒരു തിയറം വെച്ചിട്ട് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. ആൻഡ് ഹെൻസ് ലാംഡ എന്തായിരിക്കും, 3 ആയിരിക്കും. അതായത് കെയും 3 ആണ്, ഡെൽറ്റയും 3 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, ലാംഡയും 3 ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് എന്തേ പ്രൂവ് ചെയ്യാനുള്ളൂ, കെ ഈക്വൽ ടു 2 ആവുന്ന കേസാണ് പ്രൂവ് ചെയ്യേണ്ടത്. കെ ഈക്വൽ ടു 2 ആണെങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് ലാംഡയും എന്തായിരിക്കും, 2 ആയിരിക്കും. സപ്പോസ് കെ ഈക്വൽ ടു 2 ആണെങ്കിൽ ലാംഡയും 2 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
സപ്പോസ് കെ ഈക്വൽ ടു 2, കെ 2 ആണെന്ന് വിചാരിക്കുക. ആൻഡ് യു വി ഇസ് എ 2 വേർട്ടെക്സ് കട്ട് ഓഫ് ജി. ജിയുടെ 2 വേർട്ടെക്സ് കട്ടുകളാണ് എന്ത് വരുന്നത്, യു വി എന്ന് പറഞ്ഞത്. ദി ഡിലീഷൻ ഓഫ് യു വി റിസൾട്ട് ഇൻ ഡിസ്കണക്റ്റഡ് സബ് ഗ്രാഫ് ജി ഡാഷ്. നമുക്ക് ഈ യു വി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജി എന്ന് പറഞ്ഞ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. ആ ഡിസ്കണക്റ്റഡ് ആവുന്നതിന് നമ്മൾ ജി ഡാഷ് എന്ന് പറയാം. ഓക്കെ, സിൻസ് ഈച്ച് ഓഫ് യു ആൻഡ് വി മസ്റ്റ് ബി ജോയിൻ ടു ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ജി ഡാഷ്. ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യുക, യുവും വിയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. സോ യുവും വിയും ഡിഫറെൻറ്റ് കമ്പോണൻറ്റിലാണെന്ന്, ആ ജി ഡാഷിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റിലാണ്. ആൻഡ് സിൻസ് ജി ഈസ് ക്യൂബിക്, ജി എന്താണ്, ക്യൂബിക് ആണ്. സോ ജി ഡാഷ് ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് 3 കമ്പോണൻറ്റ്. അപ്പോൾ എന്തായാലും എന്തുണ്ടായിരിക്കും, ജി ഡാഷിൽ അറ്റ്മോസ്റ്റ് 3 കമ്പോണൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇഫ് ജി ഡാഷ് ഹാസ് 3 കമ്പോണൻറ്റ്സ്, ജി ഡാഷിന് 3 കമ്പോണൻറ്റ്സ് ഉള്ളതിനെ നമ്മൾ G1, G2, G3 എന്ന് വിളിച്ചു. ഇഫ് EI ആൻഡ് FI, EI ആൻഡ് FI, I equal to 1 to 3, join respectively U and V with GI, then each pair EI, FI is an edge cut of G. അത് യുനും വിക്കും റെസ്പെക്റ്റീവ് ആയിട്ടാണ് നമ്മൾ EI, FI എന്ന് പറഞ്ഞ രണ്ട് എന്തിനെടുത്തത്, രണ്ട് എലമെൻസിനെടുത്തത്, എഡ്ജസിനെടുത്തത്. അവ യുവും വിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് അതെന്തായിട്ടും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഓരോ പെയറും EIയിലും FIയിലും ഓരോ പെയർസും എന്തായിരിക്കും, എഡ്ജ് കട്ടായിരിക്കും. കാരണം എന്താ, യുവും വിയും കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് രണ്ട് കമ്പോണൻസ് കിട്ടി. അപ്പോൾ ആ കമ്പോണൻറ്റിലെ എലമെൻറ്റ്സ് ആണ് എന്ത് വരുന്നത്, EIയും FIയും വരുന്നത്. ഓക്കെ, നമ്മൾ ഫിഗർ നോക്കാം. ഫിഗർ ഉണ്ടെന്ന് പറഞ്ഞത് ജസ്റ്റ് നോക്കാം. നമ്മൾ യു വി എന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഈ 2 വേർട്ടിസസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിന് മുന്നേ നമ്മൾ 2 വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താണ് കാര്യം പറഞ്ഞത്. അപ്പോൾ യുവിൽ നിന്ന് G1ലേക്ക് 3 കമ്പോണൻറ്റ്സ് ഉണ്ടാവും, കാരണം അതിൻ്റെ 3 റെഗുലറാണ് വരുന്നത്. സോ G1, G2, G3 3 കമ്പോണൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ യുവിൽ നിന്ന് എന്ത് വേണം, 3 കണക്ഷൻ വേണം. ഓരോ വേർട്ടിസസിൽ നിന്ന് 3 അതിൻ്റെ ഡിഗ്രി 3 ആയിരിക്കണം. സോ യുവിൽ നിന്ന് E1, E2, E3 എന്ന് പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വിയിൽ നിന്ന് F1, F2, F3 എന്ന് പറഞ്ഞിട്ട് 3 രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്, ഓരോ പെയർ EI, FI എന്ന് പറഞ്ഞത് എന്തായിരിക്കും, എഡ്ജ് കട്ടായിരിക്കും. കാരണം നോക്കുക, ഇത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരുള്ളൂ, എഡ്ജ് കട്ട് വരുള്ളൂ. അതേപോലെ ഇതും EI, FI ഇതും ഒരുമിച്ച് കട്ട് ചെയ്താലേ നമ്മുടെ ഗ്രാഫ് എഡ്ജ് കട്ട്, അതായത് ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അതേപോലെ E2ഉം F2ഉം കട്ട് ചെയ്താലേ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. E3, F3 ഒരുമിച്ച് കട്ട് ചെയ്താലേ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. നേരത്തെ ഇഫ് ജി ഡാഷ് ഹാസ് ഓൺലി 2 കമ്പോണൻറ്റ്സ്. ഇനി നമ്മൾ എന്ത് വിചാരിക്കാം, ആദ്യം 3 കമ്പോണൻറ്റിൽ നോക്കി, പിന്നെ ഇനി അടുത്ത് എന്താ, 2 കമ്പോണൻറ്റ് ഉള്ളൂ എന്ന് വിചാരിക്കാം. 2 കമ്പോണൻറ്റ് ഉള്ളെങ്കിൽ G1 ആൻഡ് G2, അതിനെ G1, G2 എന്ന് വിളിച്ചു. ദെൻ ഈച്ച് ഓഫ് യു ആൻഡ് വി ഈസ് ജോയിൻഡ് ടു വൺ ഓഫ് G1 ആൻഡ് G2 ബൈ എ സിംഗിൾ എഡ്ജ്. G1ഉം G2 എന്താണ്, ഒരു സിംഗിൾ എഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സിംഗിൾ എഡ്ജ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. സേ E ആൻഡ് F, അതിന് നമ്മൾ എന്ത് ചെയ്തു, EF എന്ന് വിളിച്ചു. സിംഗിൾ എഡ്ജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ EF എന്ന് വിളിച്ചു. ഓക്കെ, റെസ്പെക്റ്റ്. സോ ദാറ്റ് EF ഈസ് ആൻ എഡ്ജ് കട്ട് ഓഫ് G. എന്തായാലും എന്തായിരിക്കും, EF എന്ന് പറഞ്ഞത് എഡ്ജ് കട്ടായിരിക്കും. കാരണം നിങ്ങൾ നോക്കുക, അപ്പോൾ EF എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡിലീറ്റ് ചെയ്താലേ നമ്മുടെ ഗ്രാഫ് എന്താവുള്ളൂ, ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അതേപോലെ ഇവിടെയും EF ഡിലീറ്റ് ചെയ്താലേ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അതേപോലെ ഇവിടെ Eയും Fഉം ഡിലീറ്റ് ചെയ്താലേ നമ്മുടെ ഗ്രാഫ് എന്താവുള്ളൂ, ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മൾ Eയും Fഉം ജോയിൻ ചെയ്ത് കൊടുത്താലും ആ Eയും Fഉം ഡിലീറ്റ് ചെയ്ത് ആ എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഗ്രാഫ് എന്താവുള്ളൂ, ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. സോ അപ്പോഴേ നമ്മളുടെ എന്ത് പറഞ്ഞത്, യു വി എന്ന് പറഞ്ഞത് വേർട്ടെക്സ് കട്ടാണെന്നുള്ളത് ശരിയാവുള്ളൂ. Hence in either case there exists an edge cut consisting of 2 edges as such lambda less than or equal to 2. But by theorem 3.2.4 lambda greater than or equal to kappa. Lambda എന്തായിരിക്കും, Kനേക്കാളും വലുതാണ്. Hence lambda equal to 2. അപ്പോൾ നമുക്ക് എന്ത് പറയാം, lambda 2 ആയിരിക്കും. ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. കാരണം 2 എഡ്ജസ് ഡിലീറ്റ് ചെയ്താൽ തന്നെ നമ്മൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. സോ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ഒന്നുകിൽ 2 അല്ലെങ്കിൽ 2നേക്കാളും ചെറുതാണ്. പക്ഷേ 3.2.4 വെച്ച് നമുക്ക് എന്തറിയാം, K ഈക്വൽ ടു 2 ആണ്. അപ്പോൾ K ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡയാണ്. അപ്പോൾ Kനേക്കാളും ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയിരിക്കും. അപ്പോൾ K 2 ആണെങ്കിൽ എന്തായാലും ലാംഡ എന്താവാൻ പാടുള്ളൂ, 2 ആവാൻ പാടുള്ളൂ. 1 അല്ലെങ്കിൽ 0 ഒന്നും ആവാൻ പാടില്ല. Okay, അപ്പോൾ K 2 ആയതുകൊണ്ട് hence lambda equal to 2. Finally, we above argument showed that if lambda equal to 3, then K equal to 3, and if lambda equal to 2, then K equal to 2. Lambda 3 ആകുമ്പോൾ K 3 ആവും, lambda 2 ആണെങ്കിൽ K 2 ആവും. അപ്പോൾ lambda 1 ആണെങ്കിൽ K എന്തായിരിക്കും, 1 ആയിരിക്കും. അതാണിപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത്. അത് ഒന്ന് നോക്കണം, സിമ്പിൾ ക്യൂബിക് ഗ്രാഫിലേ ഇത് ഈക്വൽ ആവുള്ളൂ. അല്ലാതെ എല്ലാ ഗ്രാഫിലും കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റി, അതായത് വേർട്ടെക്സ് കണക്ടിവിറ്റി എഡ്ജ് കണക്ടിവിറ്റിയും ഈക്വൽ ആവില്ല.
ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷൻ. എ ഫാമിലി ഓഫ് 2 or more paths in a graph G is said to be internally disjoint if no vertex of G is an internal vertex of more than one path in the family. അപ്പോൾ ഒരു ഫാമിലി ഓഫ് രണ്ടോ അതിൽ കൂടുതൽ പാത്തുള്ള ഒരു ഗ്രാഫ് ജീനെ അതിൻ്റെ ഫാമിലി എന്ന് പറയണമെങ്കിൽ, ഒരു ഫാമിലി അതായത് ഒരു ഗ്രാഫ് ജിയിൽ രണ്ടോ അതിലധികമോ പാത്തുണ്ട്, അങ്ങനെയുള്ളൊരു ഫാമിലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഫാമിലിയെ നമ്മൾ ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് എന്ന് പറയണമെങ്കിൽ ഒരു വേർട്ടെക്സും എന്തിനുണ്ടാകാൻ പാടില്ല, ഇൻറ്റേർണൽ വേർട്ടെക്സ് ആയിട്ട് ഉണ്ടാകാൻ പാടില്ല. മോർ ദാൻ വൺ പാത്ത്, അതായത് ഒന്നിൽ കൂടുതൽ പാത്തുകളിൽ ഒരു